നമ്മളൊരു ജാതകം പരിശോധിക്കുമ്പോൾ ഒരു മെലിഫിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ജാതകത്തിലുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവം അഫ്ലിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടോ എന്ന് നോക്കും. അതായത് ഗുരുവിനോട് യോഗം ചെയ്തിട്ടുണ്ടോ, ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെ ഗുരുവുമായിട്ട് ഏതെങ്കിലും ഒരു കണക്ഷൻ ഒരു പ്ലാനറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാവത്തിനോ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവിടെ ദോഷം പറയില്ല. കാര്യം ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിൽ ആ ദോഷം പരിഹരിക്കപ്പെട്ടു എന്നാണ് പറയുക. അപ്പം ജപം എന്ന് പറഞ്ഞാൽ എന്താ? ജപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബ്ദമാണ്. ഓക്കെ, ഈ ഗുരുവിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആകാശതത്വത്തെ കൊണ്ടാണ്. ഓക്കെ, ആകാശതത്വത്തെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ശബ്ദം കൊണ്ടാണ്. അപ്പം ഗുരു തന്നെയാണ് ആകാശതത്വം, ആ ആകാശതത്വം തന്നെയാണ് ശബ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ശബ്ദം, അതായത് ജപം തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹോറോസ്കോപ്പിൽ ഗുരുവിനെ ട്രിഗർ ചെയ്യുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു പ്ലാനറ്റിനെ കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ ആ പ്ലാനറ്റിൻ്റെ സംബന്ധിക്കാൻ മന്ത്രങ്ങളോ മറ്റോ ആണ് നിങ്ങൾ ജപിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഗുരുവിൻ്റെ ദൃഷ്ടി, അതായത് ശബ്ദമാവുന്ന ഗുരുവിൻ്റെ ദൃഷ്ടി ആ പ്ലാനറ്റിൻ്റെ മേലിൽ വീഴും. അതോടുകൂടി എങ്ങനെയാണോ ഒരു ജാതകത്തിൽ ഗുരുവിൻ്റെ ദൃഷ്ടി ഉണ്ടായാൽ ദോഷനിവാരണം നടത്തപ്പെടുന്നത്, അതേപോലെ ജപിക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ആ പ്ലാനറ്റിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ആ പ്ലാനറ്റിനെ കൊണ്ടുള്ള ദോഷം അതോടുകൂടി മാറും എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലുള്ള തത്വം. അപ്പം ഏതൊരു അവസ്ഥയിലും ജപം നിങ്ങൾക്ക് ചെയ്യാം. ജപം ചെയ്ത്